ഹലോ ഗൈസ്, സച്ചുവിനെ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വിട്ടാലോ എന്ന് ആലോചിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സീറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് തട്ടിപ്പറിച്ചെടുക്കും സച്ചു. ബേസിക്കലി ഞാൻ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് അച്ഛൻ അവിടെ ഫ്രണ്ട് സീറ്റിലായിരുന്നു ഇരിക്കുന്നതായിരുന്നു. ഒരു സാധനം അച്ഛൻ കൊടുക്കാൻ പോയപ്പോൾ കറക്റ്റ് ഗ്യാപ്പ് നോക്കിയിട്ട് സച്ചു അത് ഫില്ല് ചെയ്തു. അച്ഛൻ ഒന്നും അറിയാണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അച്ഛൻ അത്ര അത്ഭുതം അങ്ങനെയൊന്നും തോന്നിയില്ല. കാരണം എന്താ വെച്ചാൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അച്ഛൻ്റെ രണ്ട് മക്കളും അത് മര്യാദയ്ക്ക് യൂസ് ചെയ്യുന്ന അച്ഛന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് സീറ്റ് തട്ടിയെടുക്കുന്ന സച്ചു നേരെ മുമ്പിലേക്ക് വന്നു. നമ്മൾ എന്നിട്ട് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ നമ്മൾ പുളിമുട്ടിൽ പോയി. അച്ഛൻ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല റിസപ്ഷനും കല്യാണത്തിനും വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ പോയിട്ട് വാങ്ങിച്ചു. പിന്നെ ഞാൻ എൻ്റെ ബ്ലൗസ് എന്തായെന്ന് അറിയാൻ വേണ്ടി മഡ് ബ്രൗണിൽ പോയി. അടിപൊളി ബുട്ടീക്കാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ ബ്ലൗസ്. പക്ഷേ ഞാൻ ഇപ്പോൾ റിവീൽ ചെയ്യില്ല, അതൊരു സർപ്രൈസാണ്. പിന്നെ ഒരു പെനി കഴിച്ചു. പിന്നെ ഇതാ നമ്മൾ ക്ഷണം തുടങ്ങി. അയ്യോ, ക്ഷണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മെനക്കെട്ട പരിപാടിയാണ്. നമ്മൾ മിസ്സാവാൻ പാടില്ലല്ലോ ആരും. അപ്പോഴാണ് ഇതേ അഞ്ജലി ചേച്ചിയും സിദ്ധി അവിടെ നിൽക്കുന്നത്. അഞ്ജലി ചേച്ചി വർക്കിന് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഹീര ചേച്ചി നമ്മളോട് സംസാരിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്.